ഐവ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. രാജിവെക്കാൻ തയ്യാറാണ് എന്ന് പ്രഖ്യാപിച്ച നാഗരാജ് എം.എൽ.എ ബി.ജെ.പി പ്രവർത്തകനുമായി മുംബൈയിലേക്ക് പോയി എന്നുള്ള വാർത്തയാണ് ഏറ്റവും ഒടുവിലായി കർണാടകയിൽ നിന്നും വന്നത്. ഇപ്പോൾ രാമലിംഗ റെഡ്ഡിയെങ്കിലും കൂടെ നിർത്താനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസ് നേതൃത്വം. രാമലിംഗ റെഡ്ഡിയും രാജി പ്രഖ്യാപിച്ചിട്ടുണ്ട് എങ്കിലും കർണാടക വിട്ട് പുറത്തു പോയിട്ടില്ല. രാമലിംഗ റെഡ്ഡിയുടെ മകൾ സൗമ്യ റെഡ്ഡി എം.എൽ.എയും രാജി പ്രഖ്യാപിച്ച വിമത എം.എൽ.എമാർക്ക് ഒപ്പമുണ്ട്. അച്ഛനെ തിരിച്ചെത്തിക്കാൻ സാധിച്ചാൽ മകളും കൂടെ നിൽക്കുമെന്ന വിശ്വാസമാണ് കോൺഗ്രസ് നേതൃത്വത്തിനുള്ളത്. ഇതിനായി രാമലിംഗ റെഡ്ഡിയുമായി നിരന്തരമായുള്ള ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റ് ഈശ്വർ ഖാഡ്രെ, എച്ച്.കെ. പാട്ടീൽ എന്നിവർ രാമലിംഗ റെഡ്ഡിയുമായി ചർച്ച നടത്തുകയാണ്. തന്റെ രാജിക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുത്തിട്ടില്ലെന്ന് റെഡ്ഡി പറഞ്ഞു. രാജി പ്രഖ്യാപിച്ചിട്ടുണ്ട് എങ്കിലും അന്തിമ തീരുമാനം ഉടൻ കൈക്കൊള്ളുമെന്നാണ് റെഡ്ഡി പ്രതികരിച്ചത്. ഇദ്ദേഹം പാർട്ടിക്കെതിരെ ഒരക്ഷരം ഇതുവരെയും മിണ്ടിയിട്ടില്ല. ശനിയാഴ്ച എസ്.ആർ. വിശ്വനാഥ എം.എൽ.എയുടെ നേതൃത്വത്തിലുള്ള ബി.ജെ.പി നേതാക്കൾ രാമലിംഗ റെഡ്ഡിയുമായി ചർച്ച നടത്തിയിരുന്നു. രാജിയിൽ ഉറച്ചു നിൽക്കണമെന്നാണ് ബി.ജെ.പി നേതാക്കൾ ഇദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. രാജിയെക്കുറിച്ച് ഇപ്പോൾ ഒന്നും പറയില്ലെന്നാണ് രാമലിംഗ റെഡ്ഡി പറഞ്ഞത്. രാജിവെക്കണോ വേണ്ടയോ എന്ന കാര്യത്തിൽ താൻ തീരുമാനമെടുക്കും. മകൾ സൗമ്യ റെഡ്ഡിക്ക് സ്വന്തമായി തീരുമാനമെടുക്കാം. മകളുടെ തീരുമാനത്തിൽ താൻ ഇടപെടില്ല. തന്റെ രാജിക്ക് പിന്നിൽ ബി.ജെ.പി അല്ല എന്നും രാമലിംഗ റെഡ്ഡി പറഞ്ഞു. അതിനിടെ തിങ്കളാഴ്ച രാവിലെ കോൺഗ്രസ് എം.എൽ.എമാരുടെ യോഗം വിളിച്ചിരിക്കുകയാണ്. കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവ് സിദ്ധരാമയ്യ തിങ്കളാഴ്ച രാവിലെ 9 മണിക്കാണ് യോഗം വിളിച്ചിരിക്കുന്നത്. കോൺഗ്രസ് എം.എൽ.എമാർ താമസിക്കുന്ന താജ് വിവാന്ത ഹോട്ടലിലാണ് യോഗം. താജ് ഹോട്ടലിൽ 50 കോൺഗ്രസ് എം.എൽ.എമാരാണുള്ളത്. ഇവിടേക്ക് എത്താൻ മറ്റ് കോൺഗ്രസ് എം.എൽ.എമാരോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. 13 കോൺഗ്രസ് എം.എൽ.എമാരും 3 JDS എം.എൽ.എമാരുമാണ് രാജി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇവരുടെ രാജി സ്വീകരിച്ചിട്ടില്ല. ഇവരെ അയോഗ്യരാക്കിയിട്ടുമില്ല. ഈ സാഹചര്യത്തിൽ തിങ്കളാഴ്ച വിശ്വാസ വോട്ടെടുപ്പ് നടന്നാൽ എന്ത് സംഭവിക്കുമെന്നത് നിർണായകമാണ്. D.K. ശിവകുമാറിന്റെ നേതൃത്വത്തിൽ വിമതരെ തിരിച്ചെത്തിക്കാനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട്. നാഗരാജ്, കെ. സുധാകർ, രാമലിംഗ റെഡ്ഡി എന്നിവർ തിരിച്ച് കോൺഗ്രസിലെത്തുമെന്നാണ് D.K. ശിവകുമാർ ഉൾപ്പെടെയുള്ളവർ കരുതുന്നത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.